ഫ്ലക്സ് വെക്കുന്നതൊക്കെ എടോ അതൊക്കെ ഈ എന്താ പറയാ സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ വേണം. പക്ഷെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചത് ആ എഴുതി വച്ചിരിക്കുന്ന ഓരോ ഫ്ലക്സിലും എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങളാണ്. മുത്തുനബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ വാപ്പായെ കുറിച്ച്, ജന്മം കൊടുത്ത ഉപ്പയല്ലേ, ജന്മം കൊടുത്ത ഉപ്പാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. 10 മാസം ഗർഭം ചുമന്ന് വേദനയും സഹിച്ചു പ്രസവിച്ച ഉമ്മ, നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഉമ്മാനെ കുറിച്ച് ഒരു മക്കൾ ഇങ്ങനൊന്നും പറയാറില്ല. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ കണ്ട പടച്ച റബ്ബേ, അള്ളാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ, അള്ളാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ ഓരോ പള്ളികളുടെ ഫ്രണ്ടിൽ പോലും ഏറ്റവും കൂടുതൽ നീളമുള്ള ഫ്ലക്സ് വെക്കുന്നത് ആരാ? ഇപ്പൊ അവരാ മുമ്പന്തിയിൽ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് മത്സരിച്ച ഓരോ പള്ളികളുടെ മുമ്പിലും നിരത്തി വെച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോ കാണാനൊരു സന്തോഷമുണ്ട്. ഒരു ഫ്ലക്സേ ഉള്ളൂ, പക്ഷെ 5 കൊടിയും ഉണ്ട്, 5 രാജ്യത്തിന്റെ കളിക്കാരും ഉണ്ട്, ഒത്തൊരുമയുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അപ്പൊ ഞാനിങ്ങനെ ഇസ്മായിൽ കാസിമിയുടെ വീട്ടിലോട്ട് പോണ വഴി നോക്കുമ്പോ ഒരു ഫ്ലക്സും 5 കൊടിയും കെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് 5 രാജ്യക്കാരാ. കൊള്ളാം.